നോക്കൂ, കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഇന്ന് ഉത്തർപ്രദേശിലെ സന്ത് കബീറിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായി 430 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പൂർത്തിയായപ്പോൾ തന്നെ 310 സീറ്റുകൾ ഓൾറെഡി ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു, മോദിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ഉത്തർപ്രദേശിലെ സന്ത് കബീറിലെ പ്രചാരണത്തിനിടെ ഇന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ദൊമാരിയാഗഞ്ചിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഒരു റാലിയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ആ റാലിയിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു, ഗമണ്ഡിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു മുന്നണി ഉണ്ടായിരിക്കുന്നു. ആ ഗമണ്ഡിയ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും, പ്രധാനമന്ത്രി ആരായിരിക്കും? അത് ലാലു പ്രസാദ് യാദവ് ആണോ, ഉദ്ധവ് താക്കറെയാണോ, ശരത് പവാറാണോ, അതോ രാഹുൽ ഗാന്ധി തന്നെയാണോ? ഇന്നത്തെ ദിവസം നടത്തിയ 2 പ്രസംഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സന്ത് കബീറിലും മറ്റൊന്ന് ദുമാരിയാഗഞ്ചിലും. 2 സ്ഥലത്തും മറ്റന്നാൾ ഇലക്ഷൻ നടക്കാനിരിക്കുമ്പോഴാണ് അമിത്ഷാ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ അമിത്ഷായ്ക്കുള്ള ആത്മവിശ്വാസത്തിലെ ആശയക്കുഴപ്പം വളരെ വ്യക്തമാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം 310 സീറ്റ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തിനാണ് മറ്റൊരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്രയും ആകുലതകളും ആകാംക്ഷകളും? അപ്പോൾ ബി ജെ പി കടുത്ത ആശങ്കയിലും ബി ജെ പി നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലുമാണ് എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട. ഇനി ഈ 310 സീറ്റ്, ഈ 430 സീറ്റുകളിൽ 310 സീറ്റ് ഓൾറെഡി കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് 2014 നിന്നും 2019 നിന്നും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു തരംഗം പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ശക്തമായൊരു തരംഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 2014 ആദ്യമായി ബി ജെ പി കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടുന്നത്. 2019 അതിശക്തമായ പുൽവാമ ബാലാക്കോട്ട് തരംഗം പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലാണ് 303 എന്ന അത്ഭുതകരമായ നേട്ടം ബി ജെ പി നേടിയത്. ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ യാതൊരുവിധ തരംഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് 5 ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 310 സീറ്റുകൾ ഇതാ ഞങ്ങൾക്ക് നേടിയിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങേയറ്റം കപടമായ വ്യാജമായ ഒരു വ്യാഖ്യാനമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത്? ബി ജെ പിക്ക് തന്നെ ആശങ്കയുണ്ട്, ഇക്കുറി നല്ല നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമോ എന്ന്. ഞാൻ 2 കാര്യങ്ങൾ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല. 2, എൻ ഡി എക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല. ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രവുമല്ല, എന്തുകൊണ്ട് ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറയുന്നു, അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ 2ാം ഘട്ടത്തിൽ ഞാൻ പറയുന്നതാണ്. ആദ്യഘട്ടത്തിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ്, എത്ര സീറ്റുകൾ കുറയുമെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, 2019 ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ വർഷമാണ് 2019. അന്ന് 8 സംസ്ഥാനങ്ങളിൽ 100% വിജയമാണ് ബി ജെ പി കരസ്ഥമാക്കിയത്. 100% വിജയം. ഇപ്പോൾ രാജസ്ഥാൻ 25 സീറ്റിൽ 25 സീറ്റും ബി ജെ പിക്കാണ് കിട്ടിയിട്ടുള്ളത്. 28 സീറ്റുള്ള മധ്യപ്രദേശിൽ 1 സീറ്റ് പോയി, എങ്കിലും നമുക്കത് 100% എന്ന് കണക്കൂട്ടാം. 27 സീറ്റുകൾ കിട്ടി. കർണാടകയിൽ 28 സീറ്റുകളുണ്ട്, 2 സീറ്റുകൾ പോയി, എങ്കിലും 26 സീറ്റുകൾ കിട്ടി. ഡൽഹിയിൽ ആകെയുള്ളത് 7 സീറ്റ്, 7 സീറ്റും കിട്ടി. ഹരിയാനയിൽ ആകെയുള്ളത് 10 സീറ്റ്, 10 സീറ്റും കിട്ടി. ബീഹാറിൽ ആകെയുള്ളത് 39 സീറ്റ്, 38 സീറ്റും കിട്ടി. ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് 11 സീറ്റ്, 10 സീറ്റും കിട്ടി. അങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 100% വിജയമാണ് ബി ജെ പി 2019 കരസ്ഥമാക്കിയത്. അവിടെ തീർന്നില്ലല്ലോ ബി ജെ പിയുടെ തേരോട്ടം എന്ന് പറയുന്നത്. നോക്കൂ, 95% മുകളിൽ ബി ജെ പി വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഉത്തർപ്രദേശ് 80 സീറ്റിൽ 62 സീറ്റ് കിട്ടി. മഹാരാഷ്ട്ര 48 സീറ്റിൽ 41 സീറ്റ് കിട്ടി. ഛത്തീസ്ഗഡ് 11 സീറ്റിൽ 10 സീറ്റ് കിട്ടി. അതേപോലെ അസം 14 സീറ്റിൽ 9 സീറ്റ് കിട്ടി. അതേപോലെ തന്നെ ജാർഖണ്ഡ് 14 സീറ്റിൽ 11 സീറ്റ് കിട്ടി. ഈ രീതിയിൽ 95%-ലേറെ വിജയം വരിച്ച 5ഓ 6ഓ സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ 10-15 സംസ്ഥാനങ്ങളിൽ അത്ഭുതകരമായ വിജയമാണ് ബി ജെ പി നേടിയിട്ടുള്ളത് 2019. ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റുവിന് പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യമാകാതിരുന്നൊരു വിജയം കൈവരിച്ച നേതാവാണ് നരേന്ദ്രമോദി ആ അർത്ഥത്തിൽ 2019. എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സീറ്റ് കുറയാൻ പോവുകയാണ്. ആദ്യം അത് എത്ര സീറ്റ് കുറയുമെന്ന് പരിശോധിക്കാം, പിന്നെ അതിൻ്റെ കാരണങ്ങളും പറയാം. ഞാൻ പറയുന്നത് 303 സീറ്റുകളാണല്ലോ ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത്. ആ 303 സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല. ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം 8 സീറ്റുകൾ ബി ജെ പിക്ക് കുറയും. 303-ൽ 8 സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം 295-ലേക്ക് കുറഞ്ഞു എന്നാണ്. 295-ലെത്തി നിൽക്കുന്ന ബി ജെ പിക്ക് 15 സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും. അപ്പോൾ 280 സീറ്റിലേക്ക് ബി ജെ പി താഴുന്നു.
അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ 4 സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും. അപ്പോഴേക്കും 3 സീറ്റുകൾ നഷ്ടമാകും. 277 വരുന്നു. 272 കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത്. 14 സീറ്റുകൾ കുറയും. അപ്പോൾ ബി ജെ പിയുടെ അംഗബലം 256 കുറയുന്നു. ഇനി ഛത്തീസ്ഗഡ്, ആസാം, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 10 സീറ്റ് കുറയും. 246 സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബി ജെ പി കൂപ്പുകുത്തും. അതായത് ബി ജെ പിക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല. ഇനി ബി ജെ പി എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം. ബി ജെ പി ആകെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ മാത്രമാണ്. ടി ഡി പിയുമായി അവർക്ക് സഖ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായി അവിടെ 2-3 സീറ്റുകൾ അവിടെ ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 249 സീറ്റിലേക്ക് ബി ജെ പി എത്തിച്ചേരും. കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായ വിജയം ബി ജെ പി സമ്മാനിച്ചൊരു സംസ്ഥാനമുണ്ട്, പശ്ചിമ ബംഗാൾ. 18 സീറ്റാണ് അവിടെ കിട്ടിയത്. ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് ഉണ്ടായത്. ആ വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയില്ല. ഗുജറാത്തിൽ സീറ്റ് നഷ്ടമാകും. 2-3 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും. ഈ അർത്ഥത്തിലൊക്കെ ഏതാണ്ട് ഒരു 240 സീറ്റിലേക്ക് ബി ജെ പി വന്ന് അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി എൻ ഡി എക്കുമുണ്ടല്ലോ, മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ. ആ ഘടകകക്ഷികൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 47 സീറ്റുകളുണ്ട് ഘടകകക്ഷികൾക്ക്. ജെ ഡി യുവിന് 17 സീറ്റുകളുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് അന്ന് 13 സീറ്റുണ്ടായിരുന്നു. പിന്നെ ആ രാഷ്ട്രീയ ലോക്ദൾ, ലോക് ജനശക്തി പാർട്ടി, ഇങ്ങനെയൊക്കെ ആയിട്ടൊരു 47 സീറ്റുകൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എ എന്ന് പറയുന്ന ആ ബി ജെ പി ഒഴിച്ചുള്ള സഖ്യകക്ഷികൾക്കുണ്ട്. അതായത് 350 സീറ്റുകളാണുള്ളത്. ആ 47 സീറ്റുകളിൽ 20 സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. ശിവസേനയ്ക്ക് നഷ്ടപ്പെടും, അജിത് പവാറിൻ്റെ എൻ സി പിക്കും നഷ്ടപ്പെടും. അതേപോലെ തന്നെ ബീഹാറിൽ വലിയ വില കൊടുക്കേണ്ടി വരും ജെ ഡി യു ആയിട്ടുള്ള സഖ്യം ബി ജെ പി ഉണ്ടാക്കിയതിന്. നിതീഷ് കുമാറിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഒരു 15ഓളം സീറ്റുകൾ ബീഹാറിൽ നഷ്ടപ്പെടും. അതായത് ഈ പറയുന്ന എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു 250-260 സീറ്റുകൾക്കകത്താണ് എൻ ഡി എ എത്തിച്ചേരുക. ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല. ഇതിന് 4 കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു തരംഗവും പ്രവർത്തിക്കുന്നില്ല. ഒരു തരംഗവും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ഇതൊരു നോർമൽ ഇലക്ഷനാണ്. അങ്ങനെ നോർമൽ ഇലക്ഷൻ ആയാൽ എല്ലാ ഫാക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് വിലക്കയറ്റം, ഇപ്പോൾ ഗ്യാസിൻ്റെ വില വർധന ഒരു പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നുണ്ട്. പെട്രോളിൻ്റെ വില വർധന ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ്. ഇതിനോടൊപ്പമാണ് ഈ പറയുന്ന അവശ്യ വസ്തുക്കളുടെ വില വർധന, തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ ഫാർമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ. ഇതെല്ലാം തന്നെ ഘടകമായി വരും. ഇപ്പം പുൽവാമ പോലെ, ബാലാക്കോട്ട് പോലൊരു പ്രശ്നമുണ്ടായാലും ഒരു തരംഗം ഉണ്ടാവുകയാണ് ചെയ്യുക. ആ തരംഗത്തിൽ ഈ പറയുന്ന മറ്റെല്ലാ വിഷയങ്ങളും തട്ടിത്തെറിപ്പിക്കപ്പെടും. ഇവിടെ ഇപ്പോൾ ഒരു തരംഗമില്ല. അവർ നോർമലായ ഇലക്ഷൻ ആകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രവർത്തിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ അർത്ഥം ഞാൻ വ്യക്തമായി പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആൻറ്റി മോദി തരംഗമാണ്. അതൊരു നിശബ്ദ തരംഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള തരംഗം നിൽക്കുന്നു. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ആൻറ്റി മോഡി വേവാണ്. ആ വേവ് നിശബ്ദം ഈ അടിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സീറ്റുകൾ കുറയുമെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, 417 സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത്, അവരുടെ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത്. ആ 417 സീറ്റുകളിൽ 116 സീറ്റുകളിൽ മത്സരിക്കുന്ന ആരാണെന്നറിയാവോ? ഡിഫക്റ്റേഴ്സാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന 28% ആണ് കേട്ടോ. 28% ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 28% എന്ന് പറയുന്നത് 117 117ആണ്. ആ 116 പേരും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നിട്ട് മത്സരിക്കുന്നവരാണ്. ഇതിൽ 99 പേര്, അതായത് 85%, 99 പേരും 2014 ശേഷം കോൺഗ്രസ് വിട്ടോ മറ്റു പാർട്ടികൾ വിട്ടോ ബി ജെ പിയിലേക്ക് എത്തിയവരാണ്. ഇവർ ബി ജെ പിയുമായി സിങ്ക് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ബി ജെ പിക്കാർ ഇവർക്കിട്ട് പണി കൊടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഗുജറാത്തിലെ സമർഖണ്ഡ് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ബിക്കാജി താക്കൂർ എന്ന് പറയുന്ന ആളാണ് സിറ്റിംഗ് എം പി. ഗുജറാത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ബിക്കാജി താക്കൂറിന് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ അടുത്ത ദിവസം കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഒരു നേതാവിൻ്റെ ഭാര്യ ശോഭന ബെൻ മത്സരിക്കുന്നു. അവിടെ തോൽപ്പിക്കാനായിട്ട് അവിടെ ബി ജെ പി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ പിലിഭട്ടിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ തോൽപ്പിക്കും വരുൺ ഗാന്ധി ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ. അങ്ങനെയാണെങ്കിൽ എന്തും സംഭവിക്കുമെന്ന് അറിയാവോ? സുൽത്താൻപൂരിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ മനേകാ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. അവിടെ ബി ജെ പി തോൽപ്പിക്കും മനേകാ ഗാന്ധിയെ. ഈ രീതിയിൽ ജനറൽ വി കെ സിംഗിന് സീറ്റ് കൊടുത്തിട്ടില്ല ഗാസിയാബാദിൽ. വലിയ പ്രശ്നമാണ്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന 116 ഡിഫക്റ്റേഴ്സിനെ വിജയിപ്പിക്കാൻ സാധ്യതയുമില്ല. അങ്ങനെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ലോക്കൽ ഇഷ്യൂസാണ്. ഓരോ സംസ്ഥാനവും എടുത്തു നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലോക്കലി സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, രജപുത്രന്മാരുടെ ഇഷ്യൂ.
ഗുജറാത്തിലെ പുരുഷോത്തം റുപാല നടത്തിയ ഒറ്റ പ്രസംഗത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ അവരെതിരാണ്, രാജസ്ഥാനിൽ അവരെതിരാണ്, ഉത്തർപ്രദേശിൽ അവരെതിരാണ്. പ്രത്യേകിച്ച് ജനറൽ വി കെ സിംഗിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലെതിരാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും രജപുത്ര വിഭാഗങ്ങളും ക്ഷത്രിയ ബ്രാഹ്മണരും വലിയ രീതിയിൽ എതിർത്ത് നിൽക്കുന്നു. അതുകൂടാതെ യു പിയിൽ വേറൊരു ഫാക്ടറുണ്ട് കേട്ടോ. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിക്ക് ഇപ്രാവശ്യം ശക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ലോക്കൽ ഇഷ്യൂ. ഡൽഹിയിലേക്ക് വന്നാലോ, ഹരിയാനയിലേക്ക് വന്നാലോ, പഞ്ചാബിലേക്ക് വന്നാലോ, അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തുടനീളം ഒരു വിഷയമായിട്ട് വരും. അതുകൂടാതെ ഡൽഹിയിൽ അതൊരു വികാരമാണ്, പഞ്ചാബിൽ അതൊരു വികാരമാണ്, അതുപോലെ തന്നെ ഹരിയാനയിൽ അതൊരു വികാരമാണ്. ഇനി ഹരിയാന മാത്രം എടുത്തു നോക്കൂ, അഗ്നിപഥ് എന്ന് പറയുന്ന ഒരൊറ്റ വിഷയം മതി. ആ വിഷയത്തിലൂടെ എത്ര യുവാക്കൾക്കാണ് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടത്. അതുമാത്രവുമല്ലല്ലോ, അവിടെ ലോക്കലി ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആ മന്ത്രിസഭ ഇപ്പോൾ ഉടനെ താഴ്ത്തു വീഴും. കോൺഗ്രസ് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കും. ഈ രീതിയിൽ ഹരിയാനയിൽ ഒരു ലോക്കൽ ഇഷ്യൂ ആണ് അഗ്നിപഥ് എന്ന് പറയുന്നത്. പഞ്ചാബിലേക്ക് വന്ന ഒറ്റ സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല. കാരണം അവിടെ ഫാർമേഴ്സിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോഴും നമ്മളിരിക്കുമ്പോഴും ഫാർമേഴ്സ് സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് എന്ന് ഓർക്കണം. ഇങ്ങനെ ഓരോ സ്ഥലത്തും ലോക്കലായിട്ടുള്ള ഓരോ ഇഷ്യൂസ് വളരെ ശക്തമായി വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മറാത്ത റിസർവേഷൻ്റെ പ്രശ്നം അതിശക്തമാണ് എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കൗതുകരമായി മറ്റൊരു കാര്യം സംഭവിക്കും. മഹാരാഷ്ട്രയിൽ ആദ്യമായി ശിവസേനയ്ക്ക് അനുകൂലമായിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും ശിവസേനയ്ക്ക് അനുകൂലമായിട്ട്. കാരണം ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഈ അർത്ഥത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് എടുത്താലും ഓരോ വിഷയങ്ങൾ വളരെ പ്രധാനമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് 4ാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? 400 സീറ്റ് കിട്ടിയാൽ ഇവർ ഈ രാജ്യത്ത് ഭരണഘടന എഴുതുമെന്നും അങ്ങനെ ആയാൽ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ നഷ്ടപ്പെടുമെന്നുള്ളൊരു വികാരം നോർത്ത് ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അത് ഈ 400 എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് സീറ്റ് വെച്ചതോട് തന്നെ പൊളിഞ്ഞുപോയി. ആ വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി കൂടുതൽ സീറ്റുകൾ കൈയടക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ എതിരായ ഒരു വികാരം അവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുമെന്ന ആശങ്കയും വലിയ പ്രശ്നമാണ്. കർണാടകയിലേക്ക് വന്നാൽ പ്രജ്വൽ രേവണ്ണ മാത്രം മതി, സെക്കൻഡ് ഫേസിൽ വാഷ് ഔട്ട് ആകാൻ പോവുകയാണ്. ഈ അർത്ഥത്തിൽ 3 ഫാക്ടേഴ്സ് ഞാൻ വിശദീകരിച്ചു. 4ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സംഘപരിവാറിനുള്ളിൽ നിന്ന് തന്നെയാണ്. അത് RSS വേഴ്സസ് മോഡി എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന JP നഡ്ഡ പറഞ്ഞ വളരെ ശരിയാന്നേ. ഇപ്പോൾ RSSൻ്റെ ആവശ്യമില്ല. 2004-ൽ BJPയെ സംബന്ധിച്ചിടത്തോളം RSS അനിവാര്യമായിരുന്നു. RSS എന്ന് പറയുന്ന സംഘടനയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിൽ. 2014 ഞാൻ നിശ്ചയമായും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേട്ടമാണ്. BJP അവർ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് സ്വയം പര്യാപ്തമാക്കിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ JP നഡ്ഡ പറഞ്ഞത്, ഞങ്ങൾക്ക് RSSൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ സ്വയം അങ്ങ് പ്രവർത്തിച്ച് കളയുമെന്നുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? വലിയ രീതിയിൽ പണം മുടക്കി IT സെല്ലുകൾ ഉണ്ടാക്കി, വലിയ രീതിയിൽ ഡിഫെക്ഷൻസ് ഉണ്ടാക്കി. ഈ ഡിഫെക്ഷൻ ഒന്നും തന്നെ RSS അനുകൂലമല്ല കേട്ടോ. RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജി പഠിച്ച് അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിച്ച് വരുന്ന ആളുകളെ RSS അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ മറ്റു പാർട്ടികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളിൽ പെടുത്തി അല്ലെങ്കിൽ കേസിൽ കുടുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്പർ ഉണ്ടാക്കുന്ന വിദ്യയെ RSS അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ RSS വലിയ രീതിയിൽ മോദിക്കെതിരാണ്. ആ അർത്ഥത്തിൽ RSS എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് യാതൊരു താല്പര്യവും മോദിയോടില്ല, അമിത്ഷായോടില്ല. മാത്രമല്ല, മോദി ഇന്നിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നേ, മോദി പ്രസംഗിച്ചിരിക്കുന്നത് ഇന്നെന്താണെന്ന് അറിയോ? പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ അവതാരമാണെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു വോട്ടർ അംഗീകരിക്കുമോ അങ്ങനെ ഒരു പ്രസംഗത്തെ? ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗംഗയുടെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചിരുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, മോദിയുടെ പരിവാറിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു. ഇന്ന് വരെ സംഘപരിവാറിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഏക നേതാവായിട്ട് ഒരാളെയും അവർ അംഗീകരിച്ചിട്ടില്ല. 2004-ൽ നോക്കൂ, നിരന്ന് നിന്ന നേതൃനിരയാണ് വാജ്പേയി, അദ്വാനി, ഉമാഭാരതി, കല്യാൺ സിംഗ്, കൽരാജ് മിശ്ര, രാജ്നാഥ് സിംഗ്, ഭൈരോൺ സിംഗ് ഷെഖാവത്ത്, ജസ്വന്ത് സിംഗ്, വസുന്ധര രാജ സിന്ധ്യ, രാജമാധവ വിജയരാജ സിന്ധ്യ, ഇങ്ങനെ എണ്ണം യെദ്യൂരപ്പ, ശിവരാജ് സിംഗ് ചൗഹാൻ, ഗോവിന്ദാചാര്യ, ഇങ്ങനെ എണ്ണം പറഞ്ഞ വലിയൊരു നേതൃനിരയാണ് BJP 2004-ൽ കാഴ്ചവെച്ചത്. പ്രമോദ് മഹാജൻ, ഓഫ് കോഴ്സ്, ഗോപിനാഥ് മുണ്ടെ, അങ്ങനെ എത്ര പേര്. പക്ഷേ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി, കുറച്ച് കഴിഞ്ഞാൽ അമിത്ഷാ, JP നഡ്ഡ വെറുതെ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ സംഘപരിവാറിനുള്ളിൽ അതിശക്തമായ എതിർപ്പ് ഈ പറയുന്ന മോദി ഷാ നേതൃത്വത്തോടുണ്ട്. ഇക്കുറി വേണ്ട എന്നൊരാലോചന പോലും സംഘപരിവാറിൽ ശക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 4 ഘടകങ്ങൾ മോദിക്കെതിരായി BJPക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും സിമ്പിൾ മെജോറിറ്റി കിട്ടില്ല BJPക്ക് ഒറ്റയ്ക്ക് എന്ന് മാത്രവുമല്ല, സഖ്യകക്ഷികൾ വലിയ അപകടമുണ്ടാക്കി. മഹാരാഷ്ട്രയിൽ ശിവസേന ഗുണം ചെയ്തിട്ടില്ല ഒരു കാരണവശാലും. ഏത് ഷിൻഡെ പക്ഷം, അതേപോലെ തന്നെ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP ഗുണം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ സഖ്യം ഗുണം ചെയ്തിട്ടില്ല. ശിരോമണി അകാലിദൾ പഞ്ചാബിലില്ല. ഒഡീഷയിൽ നേരത്തെ ഉണ്ടായിരുന്ന സഖ്യകക്ഷിക്കെതിരായിട്ടാണ് ഇപ്പോൾ പോയി മോഡി പ്രചാരണം നടത്തിയത് ബിജു ജനതാദളിനെതിരായിട്ട്. ഈ അർത്ഥത്തിലൊക്കെ യാതൊരു വിധത്തിലും ഒരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കില്ല. ഒരു കാര്യം കൂടി 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തേക്കാം.
കഴിഞ്ഞ ദിവസം വലിയ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് പിന്നെ പവൻ ഖേരയാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നുണ്ടായ പ്രസ്താവനയാണ്. ഈ 310 സീറ്റ് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു എന്ന് BJP അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമായി ഞാൻ കാണുന്ന ഒരു സംശയം മാത്രമാണ്. അത് EVM-ഉമായിട്ട് ബന്ധപ്പെട്ട സംശയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് കോൺഗ്രസ് വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 5 ഘട്ടത്തിലെ വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ 1,07,00,000 വ്യത്യാസം വന്നിരിക്കുന്നത് വോട്ടിൽ. 1,07,00,000 ഈ 430 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 28,000 വോട്ടിൻ്റെ വ്യത്യാസം. എങ്ങനെയാണ് ഇങ്ങനൊരു വ്യത്യാസം വന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ്, ചരിത്രത്തിലാദ്യമായിട്ടാണ് 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആദ്യത്തെ പോളിംഗ് പെർസെൻറ്റേജ് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ഘട്ടങ്ങളിലൊക്കെ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. അതെല്ലാം ഈ ഇൻഫ്ലമേറ്റ് ചെയ്ത് ഭയങ്കരമായ വ്യത്യാസം വരുന്ന കണക്കുകളാണ് ഈ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇനി എന്ത് മെക്കാനിസമാണ് അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിലവിലെ ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചിട്ട് BJP സിമ്പിൾ മെജോറിറ്റി കിട്ടില്ല, NDAക്കും സിമ്പിൾ മെജോറിറ്റി കിട്ടില്ല. അതിശക്തമായ മോദി വിരുദ്ധ, സർക്കാർ വിരുദ്ധ തരംഗം നിലനിൽക്കുന്നു. ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. Meet the editors.